നമസ്കാരം. വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. സുവർണ അവസരം. 1,00,000 രൂപയിലധികം ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി മികച്ച തൊഴിലവസരങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്ന ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ശമ്പളം 50,000-ലധികം ലഭിക്കാനുള്ള സാധ്യതയുള്ള ഒഴിവുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഏത് സ്ഥാപനത്തിലാണ് ഒഴിവുകൾ, ഏതൊക്കെ തസ്തികകളാണ് ഉള്ളത്, ആവശ്യമായ യോഗ്യതകൾ എന്താണ്, പ്രായപരിധി എത്രയാണ്, ശമ്പള വിവരങ്ങൾ, അപേക്ഷിക്കേണ്ട അവസാന തീയതി, അപേക്ഷ സമർപ്പിക്കേണ്ട വിധം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ ഒരു പ്രധാന വിവരം നഷ്ടപ്പെടാതെ ലഭിക്കൂ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊഴിൽ വാർത്തകളും സർക്കാർ ജോലികളും സ്വകാര്യ മേഖലയിലെ പുതിയ അവസരങ്ങളും ദിവസേന അറിയാൻ ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. അപ്പോൾ സമയം കളയാതെ ഇന്നത്തെ തൊഴിലവസരത്തിൻ്റെ എല്ലാ വിവരങ്ങളിലേക്കും കടക്കാം. 1. പ്രൈപ്തി ജോബ് ഫെയർ. 160+ തൊഴിലവസരങ്ങൾ. ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരവുമായി മോഡൽ കരിയർ സെൻറ്റർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് തല്ലപ്പള്ളി കേന്ദ്രം സംഘടിപ്പിക്കുന്ന പ്രൈപ്തി ജോബ് ഫെയർ 2026 സ്വാഗതം. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ഈ ജോബ് ഫെയറിൽ 160ഓളം തൊഴിലവസരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഗൂഗിൾ ഫോം വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷം നിശ്ചിത ദിവസം ബയോഡേറ്റയും ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും സഹിതം നേരിട്ട് ഹാജരാകണം. ഒഴിവുകൾ: കോസ്മിക് സോളാർ സൊല്യൂഷൻ, നന്ദിരത്ത് ജിമാർട്ട്, ആദിത്യ ബിർള ക്യാപിറ്റൽ, സൗത്തേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം ഗൂഗിൾ ഫോം വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. പങ്കെടുക്കുന്ന കമ്പനികളുടെ ഒഴിവുകളുടെ വിവരങ്ങളും ഗൂഗിൾ ഫോമിൽ ലഭ്യമാണ്. രജിസ്ട്രേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അഭിമുഖത്തിനെത്തുമ്പോൾ കൊണ്ടുവരേണ്ട രേഖകൾ: പുതുക്കിയ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, അനുബന്ധ രേഖകളുടെ ഒറിജിനലും പകർപ്പുകളും, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, തിരിച്ചറിയൽ രേഖ, ആധാർ അല്ലെങ്കിൽ വോട്ടർ ID. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ, ഫോൺ നമ്പർ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, പ്രമുഖ കമ്പനികളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ജോബ് ഫെയർ മികച്ച അവസരമാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമായതിനാൽ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം രജിസ്റ്റർ ചെയ്ത് ജൂലൈ 23 രാവിലെ 10:30 ആവശ്യമായ രേഖകളുമായി വേദിയിൽ എത്തിച്ചേരുക. ജോബ് ഫെയർ ഹൈലൈറ്റുകൾ: സംഘാടകർ മോഡൽ കരിയർ സെൻറ്റർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് തല്ലപ്പള്ളി. തീയതി 23 ജൂലൈ 2026. സമയം രാവിലെ 10:30 മുതൽ. വേദി മോഡൽ കരിയർ സെൻറ്റർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് തല്ലപ്പള്ളി വടക്കാഞ്ചേരി. 160ഓളം ഒഴിവുകൾ. പങ്കെടുക്കുന്നവർ പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങൾ. അടുത്തത് JNUവിൽ അവസരം. 267 നോൺ ടീച്ചിങ് തസ്തികകൾ. 10ാം ക്ലാസ് മുതൽ യോഗ്യത. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ JNU വിവിധ നോൺ ടീച്ചിങ് തസ്തികകളിൽ നിയമനം നടത്തുന്നു. ആകെ 267 ഒഴിവുകളാണുള്ളത്. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C വിഭാഗങ്ങളായി 35ഓളം വ്യത്യസ്ത തസ്തികകളാണ് ഒഴിവുകൾ. 10ാം ക്ലാസ് മുതൽ മാസ്റ്റർ ബിരുദം വരെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രധാന തസ്തികകൾ: ഗ്രൂപ്പ് A എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് ലൈബ്രറിയൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ, റിസർച്ച് ഓഫീസർ, സിസ്റ്റം അനലിസ്റ്റ്, ക്യൂറേറ്റർ. ഗ്രൂപ്പ് B സെഷൻ ഓഫീസർ, പ്രൈവറ്റ് സെക്രട്ടറി, സീനിയർ അസിസ്റ്റന്റ്, പേഴ്സണൽ അസിസ്റ്റന്റ്, ജൂനിയർ എഞ്ചിനീയർ സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, അസിസ്റ്റന്റ് ആർക്കിവിസ്റ്റ്. ഗ്രൂപ്പ് C സെമി പ്രൊഫഷണൽ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് മാനേജർ, ഗസ്റ്റ് ഹൗസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ, ലബോറട്ടറി അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്സ്മാൻ, വർക്ക് അസിസ്റ്റന്റ്, വയർമാൻ, ടെലിഫോൺ വയർമാൻ, കാർപ്പൻ്റർ, മേസൺ, പ്ലംബർ, പമ്പ് ഓപ്പറേറ്റർ, മീറ്റർ റീഡർ, ലിഫ്റ്റ് ഓപ്പറേറ്റർ, ജൂനിയർ അസിസ്റ്റന്റ്, കുക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഓഫീസ് അറ്റൻഡർ, മെസ് ഹെൽപ്പർ, എഞ്ചിനീയറിംഗ് അറ്റൻഡർ, കലാസി, സിവിൽ ഇലക്ട്രിക്കൽ, ലബോറട്ടറി അറ്റൻഡർ, ലൈബ്രറി അറ്റൻഡർ, അനിമൽ അറ്റൻഡർ, ഗ്രൗണ്ട്സ്മാൻ, ആൻറ്റി മലേറിയ വർക്കർ. തെരഞ്ഞെടുപ്പ് രീതി: 2 ഘട്ടങ്ങളായുള്ള ഒബ്ജക്റ്റീവ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. ടൈപ്പിംഗ്, സ്റ്റെനോഗ്രാഫി ആവശ്യമായ തസ്തികകൾക്ക് സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C തസ്തികകൾക്ക് അഭിമുഖം ഉണ്ടായിരിക്കുന്നതല്ല. ഗ്രൂപ്പ് A തസ്തികകൾക്ക് പരീക്ഷയോടൊപ്പം അഭിമുഖം ഉണ്ടായിരിക്കും.
കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം സന്ദർശിക്കുക. അടുത്തത് എയർപോർട്ട് അതോറിറ്റിയിൽ വൻ അവസരം. 391 ഒഴിവുകൾ. പ്രവൃത്തി പരിചയം വേണ്ട. ജൂനിയർ മാനേജർ മുതൽ ഒഴിവുകൾ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ (AI) വിവിധ മാനേജർ, ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിൽ നിയമനം നടത്തുന്നു. ആകെ 391 ഒഴിവുകളാണുള്ളത്. സിവിൽ, ഇലക്ട്രിക്കൽ, ഫിനാൻസ്, ITA, ആർക്കിടെക്ചർ, ലോ, ഫയർ സർവീസ്, ഓപ്പറേഷൻസ്, കൊമേഴ്സ്യൽ, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങി വിവിധ മേഖലകളിലേക്കാണ് നിയമനം. എഞ്ചിനീയറിംഗ് ബിരുദം, MBA തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. മാനേജർ തസ്തികകൾ എഞ്ചിനീയറിംഗ്, സിവിൽ 145 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിലോ ടെക്നോളജിയിലോ ഉള്ള ബിരുദം. പ്രവൃത്തി പരിചയം കോഴ്സ് പാസ്സായതിനു ശേഷമുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയം സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉണ്ടായിരിക്കണം. പ്രായപരിധി 7/9/2026 പ്രകാരം പരമാവധി 32 വയസ്സ്. 2 എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ 16 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ ടെക്നോളജിയിലോ ബിരുദം. പ്രവൃത്തി പരിചയം കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി പരമാവധി 32 വയസ്സ്. 3 മാനേജർ ഫിനാൻസ് ഒഴിവുകൾ 34 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത ഫിനാൻസിൽ MBA, PGDM അല്ലെങ്കിൽ CA, CMA, CFA. പ്രവൃത്തി പരിചയം കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് മേഖലയിൽ SAP ആൻഡ് ERP പരിചയത്തോടെ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി പരമാവധി 32 വയസ്സ്. 4 ഇൻഫർമേഷൻ ടെക്നോളജി 5 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, IT, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ MCA. പ്രവൃത്തി പരിചയം ഡാറ്റാബേസ് മാനേജ്മെന്റ്, നെറ്റ്വർക്കിംഗ്, ERP, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി പരമാവധി 32 വയസ്സ്. ആർക്കിടെക്ചർ 4 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത ആർക്കിടെക്ചർ ബിരുദവും കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ രജിസ്ട്രേഷനും. പ്രവൃത്തി പരിചയം കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ആർക്കിടെക്ചർ മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി പരമാവധി 32 വയസ്സ്. 6 നിയമം 2 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത 3 വർഷം 5 വർഷം നിയമബിരുദം. പ്രവൃത്തി പരിചയം കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം നിയമമേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി പരമാവധി 32 വയസ്സ്. 7 ഫയർ സർവീസ് 14 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത ഫയർ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. പ്രവൃത്തി പരിചയം കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഫയർ സർവീസ് മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി പരമാവധി 32 വയസ്സ്. 8 ഓപ്പറേഷൻസ് 28 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത സയൻസ് ബിരുദവും 2 വർഷത്തെ MBAയും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദവും. പ്രവൃത്തി പരിചയം എയർപോർട്ട് ഓപ്പറേഷൻസ്, ടെർമിനൽ മാനേജ്മെന്റ്, എയർലൈൻ ഓപ്പറേഷൻസ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി 32 വയസ്സ്. 9 കൊമേഴ്സ്യൽ 9 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത ബിരുദവും മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുള്ള MBA അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദവും. പ്രവൃത്തി പരിചയം മാർക്കറ്റിംഗ്, സെയിൽസ്, ബിസിനസ് ഡെവലപ്മെന്റ്, റിയൽ എസ്റ്റേറ്റ്, ലീസിംഗ്, കോൺട്രാക്ട്സ് ആൻഡ് മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി പരമാവധി 32 വയസ്സ്. 10 കോർപ്പറേറ്റീവ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് സർവീസ് 1 ഒഴിവ്. വിദ്യാഭ്യാസ യോഗ്യത സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻ റിസർച്ച്, സ്റ്റാറ്റിസ്റ്റിക്സോടുകൂടിയുള്ള എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സോടുകൂടിയുള്ള മാത്തമാറ്റിക്സ് എന്നിവയിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദം. പ്രവൃത്തി പരിചയം കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി 7/9/2026 പ്രകാരം പരമാവധി 32 വയസ്സ്. 11 കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് 2 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, ഇംഗ്ലീഷ് സാഹിത്യം അല്ലെങ്കിൽ ഹിന്ദി സാഹിത്യം എന്നിവ ഫുൾ ടൈം ബിരുദം. ജേർണലിസം, മാസ് മീഡിയ, മാസ് കമ്മ്യൂണിക്കേഷൻ വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ 2 വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമയും. പ്രവൃത്തി പരിചയം കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ്, മീഡിയ പ്ലാനിംഗ്, കണ്ടന്റ് സൃഷ്ടിക്കൽ, ബ്രാൻഡിംഗ്, ഡിജിറ്റൽ മീഡിയ, ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി 7/9/2026 പ്രകാരം പരമാവധി 32 വയസ്സ്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫിനാൻസ് 36 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത ഫിനാൻസിൽ MBA, PGDM അല്ലെങ്കിൽ CA, CMA, CFA. പ്രവൃത്തി പരിചയം ആവശ്യമില്ല. പ്രായപരിധി 7/9/2026 പ്രകാരം പരമാവധി 27 വയസ്സ്. നിയമം 6 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത 3 അല്ലെങ്കിൽ 5 വർഷം നിയമപരിചയം. പ്രവൃത്തി പരിചയം ആവശ്യമില്ല. പ്രായപരിധി പരമാവധി 27 വയസ്സ്. ഓപ്പറേഷൻസ് 79 ഒഴിവുകൾ. വിദ്യാഭ്യാസ യോഗ്യത സയൻസ് ബിരുദവും 2 വർഷത്തെ MBA അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം. പ്രവൃത്തി പരിചയം ആവശ്യമില്ല. പ്രായപരിധി 27 വയസ്സ്. സർവേ ആൻഡ് കാർട്ടോഗ്രഫി 8 ഒഴിവ്. വിദ്യാഭ്യാസ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിലോ ടെക്നോളജിയിലോ ബിരുദം അല്ലെങ്കിൽ MSc ബിരുദം അല്ലെങ്കിൽ MSc. പ്രവൃത്തി പരിചയം ആവശ്യമില്ല. പ്രായപരിധി പരമാവധി 27 വയസ്സ്. ശമ്പളം, തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം സന്ദർശിക്കുക. അടുത്തത് 500,000 രൂപയിലധികം ശമ്പളം.
സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ കുറവാണ്. PSC അല്ലെങ്കിൽ SSC പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരത്തിൽ സർക്കാർ ജോലി സ്വപ്നം കാണുന്നവർക്ക് റെയിൽവേയിൽ ജോലി നേടാനുള്ള സുവർണ അവസരം വന്നെത്തിയിരിക്കുകയാണ്. വിവിധ റെയിൽവേ സോണുകളിലായി ഒഴിവുള്ള സെഷൻ കൺട്രോളർ തസ്തികയിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആകെ 119 ഒഴിവുകളാണുള്ളത്. ഇന്ത്യയിലുടനീളമുള്ള വിവിധ RRB മേഖലകളിലാണ് ഒഴിവുള്ളത്. കേരളത്തിൽ തിരുവനന്തപുരത്ത് 4 ഒഴിവുകളുണ്ട്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയിലുള്ള ആർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 20-33 പ്രായപരിധി. ജനറൽ, OBC, EWS വിഭാഗങ്ങൾക്കുൾപ്പെടുന്നവർക്ക് 500 രൂപയും SC, ST, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ, മുൻ സൈനികർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് 250 രൂപയാണ് അപേക്ഷാ ഫീസ്. RRBയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ വേണം അപേക്ഷിക്കാൻ. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, കമ്പ്യൂട്ടർ അഭിരുചി പരീക്ഷ, സർട്ടിഫിക്കറ്റ് പരിശോധന, മെഡിക്കൽ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യരായവരെ തിരഞ്ഞെടുക്കുക. ഓഗസ്റ്റ് 14 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഓഗസ്റ്റ് 16 അപേക്ഷാ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി. തെറ്റ് തിരുത്തലിന് 17 മുതൽ 26 വരെ അവസരമുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 55,400 രൂപയാണ് ശമ്പളമായി ലഭിക്കുക.